ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു എന്ന വാർത്തകൾ ലോകരാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ലോകത്തെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 20% കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ ജലപാത തടഞ്ഞത് ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ലെബനനിൽ ഇസ്രയേൽ തുടരുന്ന വ്യോമാക്രമണങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും തിരിച്ചടിയായാണ് ഇറാന്റെ ഈ കടുത്ത തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് ടെഹ്റാൻ ഇതിലൂടെ നൽകുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള ഭീമൻ കപ്പലുകൾ പാതി വഴിയിൽ യാത്ര ഉപേക്ഷിക്കാനും തിരിച്ചു പോകാനും നിർബന്ധിതരാകുന്നുണ്ട്. മുസന്തം തീരത്തിന് സമീപം കപ്പലുകൾ യു ടേൺ എടുത്ത് മടങ്ങുന്നതിന്റെ ട്രാക്കിംഗ് വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഗതിയുടെ ഗൗരവം ലോകം തിരിച്ചറിഞ്ഞത്. ഇത്രയും സുപ്രധാനമായ ഒരു ജലപാത അടയ്ക്കുന്നത് ആധുനിക ചരിത്രത്തിലെ തന്നെ അപൂർവമായ സൈനിക നീക്കമാണ്. ലെബനനിലെ സംഘർഷങ്ങൾ മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കും താൽപര്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ പ്രധാന തർക്ക വിഷയങ്ങൾക്ക് പരിഹാരം കാണാതെ സമാധാന കരാറുകളിൽ ഒപ്പിടില്ലെന്ന കർക്കശമായ നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിലൂടെ ഇസ്രയേലിനെ മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ആഗോള ഊർജ വിപണിയിൽ ഈ വാർത്ത സൃഷ്ടിച്ചിരിക്കുന്ന ഞെട്ടൽ വിവരണാതീതമാണ്. എണ്ണവില കുതിച്ചുയരാൻ ഇത് കാരണമാകുമെന്ന ഭീതി നിക്ഷേപകർക്കിടയിൽ പടർന്നു കഴിഞ്ഞു. ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടും വിലക്കയറ്റത്തിന് വഴിതെളിക്കും. പ്രത്യേകിച്ച് വ്യവസായ മേഖലകൾക്കും ഗതാഗത സംവിധാനങ്ങൾക്കും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണം അത്യന്താപേക്ഷിതമാണ്. ഈ സാഹചര്യത്തിൽ വൻ ശക്തികൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് അതീവ നിർണായകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയായാണ് ഇതിനെ നയതന്ത്ര വിദഗ്ധർ കാണുന്നത്. ഒരു ഭാഗത്ത് സമാധാനം പറയുകയും മറുഭാഗത്ത് ഉപരോധങ്ങളും സൈനിക നീക്കങ്ങളും തുടരുകയും ചെയ്യുന്ന നയം അംഗീകരിക്കാനാവില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേലിനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും ഒരു വാക്കല്ലെന്ന് ഈ കടലിടുക്ക് അടയ്ക്കൽ തെളിയിക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സാമ്പത്തിക താൽപര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നിടത്താണ് ഇറാൻ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇറാന് വലിയൊരു ആയുധമായി മാറുകയാണ്. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഈ പാത നിയന്ത്രിക്കാൻ ഇറാന്റെ നാവികസേനയ്ക്ക് എളുപ്പമാണ്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഈ മേഖലയിൽ പൂർണ്ണമായ മേധാവിത്വം പുലർത്താൻ അവർക്ക് കഴിയും. അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾ തടയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. എങ്കിലും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇതിനപ്പുറവും ചെയ്യുമെന്ന നിലപാടിലാണ് ടെഹ്റാൻ. ഇറാൻ എടുത്ത ഈ തീരുമാനം അറബ് രാജ്യങ്ങൾക്കിടയിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതിയും ഈ പാതയെയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ മേഖലയിലെ സാമ്പത്തിക സുസ്ഥിരത തകരാൻ ഇത് കാരണമാകും. ഇറാനും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെട്ടു വരുന്നതിനിടയിലുണ്ടായ ഈ നീക്കം പുതിയ വിള്ളലുകൾക്ക് കാരണമായേക്കാം. എന്നാൽ ഇസ്രായേലിനെ പ്രതിരോധിക്കുക എന്ന പൊതു ലക്ഷ്യത്തിൽ ഇറാൻ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ലെബനനിൽ തങ്ങൾ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് ഇത്രയും വലിയൊരു വില നൽകേണ്ടി വരുമെന്ന് അവർ കരുതിയിട്ടുണ്ടാകില്ല. കടൽ മാർഗമുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് ഇസ്രായേലിന്റെ ആഭ്യന്തര വിപണിയെയും ബാധിക്കും. ഇറാന്റെ ഈ ബ്ലോക്കേഡ് തകർക്കാൻ ഇസ്രായേൽ സൈനികമായി നീങ്ങുമോ അതോ നയതന്ത്ര ചർച്ചകൾക്ക് വഴിപ്പെടുമോ എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും അടിയന്തര യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയാണ്. ആഗോള വ്യാപാരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ ഇറാന് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയേ ഉള്ളൂ എന്ന തിരിച്ചറിവും പലർക്കുമുണ്ട്. റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടും ശ്രദ്ധേയമാകും. ഇറാന്റെ ഈ നീക്കം അമേരിക്കൻ ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമായാണ് അവർ കാണുന്നത്.
കപ്പലുകൾ തിരിച്ചയക്കപ്പെട്ടതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒമാൻ ഉൾക്കടലിലും വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. നൂറുകണക്കിന് കപ്പലുകൾ കടലിടുക്കിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇത് ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനും ചരക്ക് കൂലി കൂടാനും കാരണമാകും. സാധാരണക്കാരന്റെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയായി ഇത് മാറിക്കഴിഞ്ഞു. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ നീക്കം വലിയ പിന്തുണ നേടുന്നുണ്ട്. രാജ്യത്തിന്റെ കരുത്ത് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരു വിഭാഗം ആവേശത്തിലാണ്. സൈനിക കമാൻഡർമാരുടെ വാക്കുകൾക്ക് ജനങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഉപരോധങ്ങൾക്കിടയിലും തങ്ങൾക്ക് ലോകത്തെ മുൾമുനയിൽ നിർത്താൻ കഴിയുമെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ആണ് ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ചുമതല വഹിക്കുന്നത്. ലെബനനിലെ സംഘർഷം കുറയ്ക്കാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഇതോടെ വർദ്ധിക്കും. ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ മാത്രമേ കടലിടുക്ക് തുറക്കൂ എന്ന രഹസ്യ അജണ്ട ഇറാൻ ഉണ്ടാകാം. ഇതൊരു വിലപേശൽ തന്ത്രമാണെങ്കിൽ അത് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇസ്രയേലിന്റെ സൈനിക താൽപര്യങ്ങളും ലോകത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങളും തമ്മിലുള്ള പോരാട്ടമായി ഇത് മാറും. ഹോർമൂസ് കടലിടുക്ക് ദീർഘകാലം അടച്ചിടാൻ ഇറാന് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത് ഇറാന്റെ തന്നെ കയറ്റുമതിയെയും ബാധിച്ചേക്കാം. എന്നാൽ താൽക്കാലികമായെങ്കിലും ലോകത്തെ പാഠം പഠിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആഗോള എണ്ണ വിതരണ ശൃംഖല എത്രത്തോളം ദുർബലമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പട മേഖലയിൽ സജീവമാണ്. കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ അവർ ശ്രമിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള നാവിക യുദ്ധത്തിന് ഇത് വഴിതെളിക്കുമോ എന്ന പേടി പലർക്കുമുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അത് ലോക മഹായുദ്ധത്തിന്റെ തുടക്കമായി മാറിയേക്കാം. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഖത്തറും ഒമാനും വീണ്ടും മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറായിട്ടുണ്ട്. ഇറാനുമായി നല്ല ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയൂ. എന്നാൽ ഇസ്രായേലിന്റെ നിലപാടുകളിൽ മാറ്റം വരാതെ ഇറാൻ പിന്നോട്ടു പോകാൻ സാധ്യതയില്ല. നയതന്ത്രത്തിന്റെ അവസാന വാതിലുകളും അടയുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എണ്ണ ടാങ്കറുകൾ തിരിച്ചു പോകുന്നത് പരിസ്ഥിതിക്കും ചില ഭീഷണികൾ ഉയർത്തുന്നുണ്ട്. കടലിൽ കപ്പലുകൾ തമ്പടിക്കുന്നത് പലപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ സങ്കീർണമായ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഓരോ മിനിറ്റിലും ആഗോള വിപണിക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇറാൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിന്റെ അഹങ്കാരത്തിനുള്ള മറുപടി എന്നാണ് ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ അയൽപക്കത്ത് അസ്ഥിരത ഉണ്ടാക്കുന്നവർക്ക് സമാധാനമായി എണ്ണ കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് ഇറാന്റെ പക്ഷം. ഈ നിലപാട് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റുന്നുണ്ട്. വൻ ശക്തികൾ ബദൽ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പൈപ്പ് ലൈനുകൾ വഴി എണ്ണ എത്തിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് ഹോർമൂസ് കടലിടുക്കിന് പകരമാകില്ല. സൗദി അറേബ്യയുടെ റെഡ് സീ പോർട്ടുകൾ വഴി കുറച്ച് എണ്ണ നീക്കാൻ കഴിയുമെങ്കിലും അത് മൊത്തം ആവശ്യത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ആകുകയുള്ളൂ. ഹോർമൂസ് കടലിടുക്കിലെ ഈ അനിശ്ചിതത്വം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നത് ആർക്കും പ്രവചിക്കാനാകില്ല. ഏപ്രിൽ മാസത്തെ ഈ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യം ആഗോള ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് സാമ്പത്തിക ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇസ്രയേൽ ജനതയും ഈ വാർത്തകളെ വളരെ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. യുദ്ധം അതിർത്തികൾ കടന്ന് സാമ്പത്തിക മേഖലയിലേക്ക് വ്യാപിക്കുന്നത് അവർക്കും ഗുണകരമല്ല. ആഭ്യന്തരമായ പ്രതിഷേധങ്ങൾ ഇസ്രയേലിലും ഉയരാൻ സാധ്യതയുണ്ട്. നെതന്യാഹു ഗവൺമെന്റ് വലിയൊരു പരീക്ഷണത്തെയാണ് ഇപ്പോൾ നേരിടുന്നത്. വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിന് സമീപം കപ്പലുകളുടെ നീണ്ട നിര കാണാം. ലോകം സ്തംഭിച്ചു നിൽക്കുന്നതിന്റെ പ്രതീകമാണത്. ഈ സ്തംഭനാവസ്ഥ മാറ്റാൻ ആർക്കാണ് കഴിയുക? അമേരിക്കയുടെ നയതന്ത്രജ്ഞർ ടെഹ്റാനുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്നും സംശയമുണ്ട്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകുമോ? അതോ സൈനികമായി ഈ തടസ്സം നീക്കാൻ ശ്രമിക്കുമോ? സൈനിക നീക്കം നടത്തിയാൽ അത് മേഖലയെ തകർക്കുന്ന ഒരു സ്ഫോടനത്തിന് തന്നെ കാരണമായേക്കാം. നയതന്ത്രം പരാജയപ്പെടുമ്പോൾ തോക്കുകൾ സംസാരിച്ചു തുടങ്ങും എന്ന അവസ്ഥയാണിവിടെ. ആഗോള എണ്ണ കമ്പനികൾ തങ്ങളുടെ വിതരണ കരാറുകളിൽ മാറ്റം വരുത്തി തുടങ്ങിയിട്ടുണ്ട്. പല രാജ്യങ്ങളും തങ്ങളുടെ കരുതൽ എണ്ണ ശേഖരം ഉപയോഗിക്കാൻ ആലോചിക്കുകയാണ്. ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇന്ധനവില വർധനവ് ജനജീവിതത്തെ ദുസ്സഹമാക്കും. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ഇറാന്റെ ആധിപത്യം മേഖലയിൽ ഉറച്ചിരിക്കുകയാണ്. മുൻപ് പലതവണ ഇത്തരമൊരു ഭീഷണി ഇറാൻ മുഴക്കിയിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നത് ഇതാദ്യമായാണ്.
ഇത് ഇറാന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെയാണ് കാണിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഇന്ന് ഇറാനെ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടി വരും. ഈ സംഘർഷം ലെബനിലെ ജനതയ്ക്ക് എന്ത് നൽകും? ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ അതവർക്ക് ആശ്വാസമാകും. എന്നാൽ അതിനായി ലോകത്തെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന രീതി ശരിയാണോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിൽ ശരിയും തെറ്റും എന്നതിനേക്കാൾ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം. കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര നാവികസേനയുടെ അകമ്പടി നൽകാൻ ആലോചനയുണ്ട്. പക്ഷേ ഇറാന്റെ തീരദേശ മിസൈലുകളെ ഭയന്ന് പല കപ്പൽ കമ്പനികളും ഇതിന് തയ്യാറാകില്ല. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഈ സംഭവ വികാസങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. ഡീൽ മേക്കർ എന്നു പേരുള്ള ട്രംപിന് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ആകുമോ? ഇറാൻ അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങൾ ലോകക്രമത്തിന്റെ ഭാവി തന്നെ നിശ്ചയിക്കും. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെങ്കിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം ആവശ്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത കുറയുക എന്നത് മാത്രമാണ് ഏക പോംവഴി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് അസാധ്യമായാണ് തോന്നുന്നത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ച ഇറാന്റെ നീക്കം ആഗോള രാഷ്ട്രീയത്തിലെ ഒരു വലിയ സ്ഫോടനമാണ്. ഇതിന്റെ അലയൊലികൾ ഇനിയും മാസങ്ങളോളം നീണ്ടു നിൽക്കും. സമാധാനം എന്നത് വെറുമൊരു സ്വപ്നമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ലോകം ഇപ്പോൾ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. അടുത്ത നീക്കം ആരുടേതായിരിക്കും എന്ന ആശങ്കയോടെ.